ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി റിസർവ് ബാങ്ക്. 6 മാസത്തേക്ക് നിക്ഷേപകർക്ക് പിൻവലിക്കാനാവുക 10,000 രൂപ മാത്രം. നിക്ഷേപകർ ആശങ്കയിൽ. ബാങ്കിനെതിരെ വ്യാപകമായ പ്രതിഷേധം. കരൂപ്പടന്നിയിൽ ഭർതൃഗൃഹത്തിൽ ഗർഭിണിയായ യുവതി തൂങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബം. തന്റെ മകളെ കൊലപ്പെടുത്തിയതാണോ എന്ന് സംശയമുണ്ടെന്ന് ഫസീലയുടെ പിതാവ് റഷീദ്. ചാവക്കാട് 14 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ വയോധികന് 30 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 60 വർഷം തടവും 30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് വടക്കാഞ്ചേരി അതിവേഗ പോക്സോ കോടതി. വാട്സാപ്പിലെ വ്യാജ ട്രാഫിക് ചലാൻ ലിങ്കിൽ കുടുങ്ങി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശി. 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടുവെന്ന പരാതിയിൽ ചേലക്കര പോലീസ് കേസെടുത്തു. വാർത്തകൾ വിശദമായി. ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 6 മാസത്തേക്ക് നിക്ഷേപകർക്ക് പിൻവലിക്കാനാവുക 10,000 രൂപ മാത്രം. റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. നിക്ഷേപകർ ആശങ്കയിൽ. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ITU എന്ന ബാങ്കിനാണ് റിസർവ് ബാങ്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇതിൻ്റെ ATMകളും അതുപോലെ തന്നെ CDM എല്ലാം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല 6 മാസക്കാലത്തേക്ക് നിക്ഷേപകർക്ക് 10,000 രൂപ മാത്രമേ പരമാവധി പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിർദ്ദേശവും വന്നതോടുകൂടി നിക്ഷേപകരാകെ ആശങ്കയിലാണ്. മറ്റ് നിർദ്ദേശങ്ങളും പറയുന്നുണ്ട്. ബാങ്കിന് ചെയ്യാൻ അനുവാദമില്ലാത്ത കാര്യങ്ങൾ വായ്പ നൽകുകയോ പുതുക്കുകയോ ചെയ്യരുത്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുക, പണം കടം വാങ്ങുകയോ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുക എന്നിവയ്ക്കെല്ലാം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങൾ ജീവനക്കാരുടെ ശമ്പളം, വാടക തുടങ്ങിയ കാര്യങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഇതോടുകൂടി നിക്ഷേപകരെല്ലാം ആശങ്കയിലാണ്. ഇന്നലെയാണ് ഈ വാർത്ത റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇത് പുറത്തു വന്നതോടുകൂടി നിക്ഷേപകർ ആശങ്കയിൽ. അവർ ആ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഇവരെ സമീപിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? നാളെ ഫോം തരും, ആ ഫോം ഇത് കൊടുക്കണം പറഞ്ഞേക്കണം. എത്ര രൂപയാണ് നിക്ഷേപമുണ്ട്? 2 ലക്ഷം രൂപ. ഫോം ഫില്ല് ചെയ്ത് നൽകിയാൽ പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞു. പണം ദിവസം ഒരു ഡേറ്റ് അപ്പം പറയുന്നു പറഞ്ഞു, അപ്പം തരാമെന്ന് പറഞ്ഞു. പണം പോവില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ നിരവധി ആളുകൾ ബാങ്കിനെ ഈ വാർത്ത വന്നതോടുകൂടി ബാങ്കിനെ സമീപിക്കുന്നുണ്ട്. പല ആവശ്യങ്ങൾക്കായി ബാങ്കിൽ പണം നിക്ഷേപിച്ചവരുണ്ട്. ഇരിങ്ങാലക്കുട ഭാഗത്ത് നിന്ന് നിരവധി സ്ത്രീകളും അതുപോലെ തന്നെ വയസ്സായവരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ബാങ്കിനെ സമീപിക്കുന്നത്. വളരെ ആശങ്കയോടുകൂടിയാണ് ഇവർ സമീപിക്കുന്നത്. ഇവരെ സമീപിക്കുമ്പോൾ പണം തീർച്ചയായും നൽകും, നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പ് നൽകി ഇവരെ മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ ഒരു ഫോം നൽകണം എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേസമയം തന്നെ ബാങ്കിൻ്റെ ഭരണാധികാരികൾ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് കൂടിയായ MP ജാക്സനാണ് ബാങ്കിന്റെ ചെയർമാൻ. അദ്ദേഹത്തിന്റെ പേരിലാണ് കുറിപ്പ് പുറത്തിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പേരിലുള്ള കുറിപ്പിൽ പറയുന്നത് ഇത് താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ്. ഇത് തീവ്ര പരിശ്രമമാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ ബാങ്ക് നടത്തി വരുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിക്ഷേപകർ ബാങ്കിനോട് സഹകരിക്കണം എന്നതുകൂടി പറയുന്നു. ഇങ്ങനെയെല്ലാം പറയുമ്പോഴും ഓരോ മണിക്കൂറുകൾ ചെല്ലുന്തോറും നിക്ഷേപകരുടെ ആശങ്ക വർദ്ധിച്ച് നിക്ഷേപകർ ധാരാളമായി ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. തങ്ങളുടെ പണത്തിൻ്റെ അവസ്ഥ എന്തായി മാറും എന്നുള്ളതിൻ്റെ ആശങ്കയിലാണ് ഈ നിക്ഷേപകർ. വരും ദിവസങ്ങളിൽ കൂടുതൽ മറുപടി ഈ ബാങ്ക് നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ പ്രതിഷേധമായി ഇപ്പോൾ തന്നെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശങ്കയോടുകൂടി സമീപിക്കുമ്പോൾ നിരവധി പേരാണ് ആശങ്കയോടുകൂടി എത്തുന്നത്. എന്തായാലും ഇരിങ്ങാലക്കുടയുടെ പൊതു ആശങ്കയായി ഈ ബാങ്കിനെ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കർശന നിയന്ത്രണങ്ങൾ മാറിയിരിക്കുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാൽ. കരുവന്നൂരിന് സമാനമായ തട്ടിപ്പാണ് ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ UDF ഭരണസമിതി നടത്തിയതെന്ന് BJP സഹകരണ സെൽ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. നിക്ഷേപകർക്ക് തുക തിരികെ ലഭിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും BJP സഹകരണ സെൽ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. BJP പ്രവർത്തകർ ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക് ഭരണസമിതി രാജിവെക്കണമെന്നും തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷയായിരുന്നു. റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ ഒടുവിൽ റിസർവ് ബാങ്ക് അവിടെ നടത്തിയത്. ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് കടുത്ത നടപടി സ്വീകരിച്ചതോടെ വെട്ടിലായി കോൺഗ്രസ് നേതൃത്വം. പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങി BJPയും CPMും.
വർഷങ്ങളായി കോൺഗ്രസ് നേതാവായ MP ജാക്സന്റെ നേതൃത്വത്തിലാണ് ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണം. മുകുന്ദപുരം താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ ബാങ്കിന് ശാഖകളുണ്ട്. അർബൻ ബാങ്ക് ആയതിനാൽ റിസർവ് ബാങ്കിന്റെ കീഴിലാണ് ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നത്. വർഷങ്ങളായി നഷ്ടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ 45 കോടിയോളം നഷ്ടത്തിലാണെന്ന് ബാങ്ക് അധികൃതർ തന്നെ സമ്മതിക്കുന്നു. ഇരിങ്ങാലക്കുടയിൽ വലിയ തോതിലുള്ള നിക്ഷേപകർ ബാങ്കിനുണ്ട്. റിസർവ് ബാങ്കിന്റെ നടപടി രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യാൻ BJP ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വന്നു. ഇതിന്റെ ഭാഗമായി BJP പ്രവർത്തകർ ബാങ്കിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. CPM-ഉം അടുത്ത ദിവസം ബാങ്കിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM-ഉം BJP-യും ബാങ്കിനെതിരെ രംഗത്ത് വന്നത് കോൺഗ്രസിനെയും പ്രധാന നേതാവായ MP ജാക്സനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതി രാജിവെക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. ബാങ്കിലെ നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ബാങ്കിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും CPM ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിക്ഷേപകർക്ക് വായ്പാ സംഖ്യ ആവശ്യാനുസരണം നൽകുന്നതിനുള്ള നടപടി ഇരിഞ്ഞാലക്കുട ടൗൺ സഹകരണ ബാങ്ക് കൈക്കൊള്ളണമെന്ന് CPI ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റി. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ബാങ്കിനെ എത്തിച്ച UDF ഭരണസമിതിക്കെതിരെ കേരള സഹകരണ വകുപ്പ് സമഗ്രമായ അന്വേഷണം നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് ആവശ്യപ്പെട്ടു. കരൂപ്പടന്നയിൽ ഭർതൃഗൃഹത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ഫസീലയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം. തന്റെ മകളെ കൊലപ്പെടുത്തിയതാണോ എന്ന് സംശയമുണ്ടെന്ന് ഫസീലയുടെ പിതാവ് കാട്ടുപറമ്പിൽ റഷീദ് പറഞ്ഞു. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് നൌഫലും ഉമ്മയും ഫസീലയെ പീഡിപ്പിച്ചിരുന്നതായും റഷീദ് കുറ്റപ്പെടുത്തി. എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ അവർ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. കാരണം അമ്മായിമ്മയും അവനും വളരെ മോശക്കാരാണ്. മോശക്കാരെന്ന് പറഞ്ഞാൽ പീഡനം തന്നെ. ഇപ്പം 8 മാസത്തിന് മുപ്പിട്ട് ഒരു സംഭവം ഉണ്ടായി. ഞാനതന്ന് അറിഞ്ഞിട്ടില്ല, എന്നെ അറിയിച്ചിട്ടില്ല. ഇവർ എൻ്റെ ഭാര്യയും അവളെ ആങ്ങളെയും കൂടിയും പോയാണ് ചോദ്യം ചെയ്തത്. മോള് വിളിച്ചിട്ട് അവർ ചെന്നാണ് മോളെ ദ്രോഹിച്ചിട്ട്. ആ സംഭവം ഞാൻ ഇപ്പോഴാണ്. അത് സ്വർണത്തിൻ്റെ പ്രശ്നമാണ്. സ്വർണം ഞാൻ കൊടുത്തേക്കണ അവർക്ക് പോരാ. അവർ നമ്മളോട് സ്വർണം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ കൊടുത്തതാണ്. അതവർക്ക് പോരാ. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ തന്റെ മകൾ പീഡനം അനുഭവിച്ചു വരികയായിരുന്നു. ഫസീലയുടെ 9 മാസം പ്രായമുള്ള കുട്ടിക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ പോലും നൌഫലും കുടുംബവും തയ്യാറാകാറില്ലെന്ന് റഷീദ് ആരോപിച്ചു. ചൊവ്വാഴ്ച രാവിലെ ഫസീലയുടെ വാട്സപ്പ് സന്ദേശം കണ്ട് ഭർതൃവീട്ടിലെത്തിയപ്പോൾ ഫസീലയ്ക്ക് തലചുറ്റൽ അനുഭവപ്പെട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് നൌഫൽ പറഞ്ഞത്. ഫസീലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവും ഉമ്മയും തയ്യാറായില്ലെന്നും ബന്ധുക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും റഷീദ് പറയുന്നു. 4 ദിവസം എൻ്റെ മോനിക്ക് വയറ്റിന്ന് വെള്ളം മാതിരി പോയപ്പോൾ ഡോക്ടറേത്ത് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അവർ പൈസ ചെലവാക്കണ കാര്യത്തിൽ വളരെയധികം പിന്നാക്കുള്ള പാർട്ടിയാണ്. അപ്പം എൻ്റെ മോൾ എന്നെ വിളിച്ച് അവിടെ തന്നെ വിളിച്ച് മോള് പറ്റില്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോര്, അല്ലെ വാപ്പയോട് വണ്ടി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഉമ്മാനെ പറഞ്ഞേക്കാം. അത് അവിടെ എന്തോ രൂക്ഷമായ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 6:49 മെസ്സേജ് വന്ന് 7:20 ഞാൻ ആ സ്പോട്ടിലെത്തണം. ഞാനും എൻ്റെ ഭാര്യയും കൂടി. ഞാൻ ചോദിച്ചെൻ്റെ മോൾക്ക് എന്തേന്ന് വെച്ചപ്പോൾ നീ തല കറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കെന്ന് പറഞ്ഞു. കൊണ്ടുപോയത് 2 മാമന്മാർ. ഭർത്താവല്ല തള്ളയല്ല, വാപ്പയാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല. മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തണമെന്നും റഷീദ് ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. 14 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ വയോധികന് 30 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തൊഴിയൂർ സ്വദേശി തളുകശ്ശേരി വീട്ടിൽ മൊയ്തീനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 30 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴ സംഖ്യയിൽ നിന്നും 1 ലക്ഷം രൂപ കുട്ടിക്ക് നഷ്ടപരിഹാരമായി നൽകാനും കോടതി വിധിച്ചു. 2023 ഡിസംബർ 30-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിക്ക് 60 വർഷം തടവും 30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വടക്കാഞ്ചേരി അതിവേഗ പോക്സോ കോടതിയുടേതാണ് വിധി. കുണ്ടന്നൂർ സ്വദേശി സജയനെയാണ് ശിക്ഷിച്ചത്. അമ്മയുടെ 2ാം ഭർത്താവായ പ്രതി അതിജീവിതയായ കുട്ടിയെ 9 വയസ്സുള്ളപ്പോൾ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് വിധി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ES സീനത്ത് ഹാജരായി. വാട്സാപ്പിലെ വ്യാജ ട്രാഫിക് ചലാൻ ലിങ്കിൽ കുടുങ്ങി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശിക്ക് 5 ലക്ഷം രൂപ നഷ്ടമായതായി പരാതി. സംഭവത്തിൽ ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെങ്ങാനല്ലൂർ പരക്കാട് സ്വദേശി NB മനോജിനാണ് പണം നഷ്ടമായത്. കഴിഞ്ഞ ആഴ്ചയാണ് തട്ടിപ്പിന്റെ തുടക്കം. മനോജിന്റെ വാട്സപ്പിലേക്ക് ട്രാഫിക് ചലാൻ എന്ന പേരിൽ ആദ്യം ഒരു സന്ദേശം ലഭിച്ചു. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ലോഗോയും മറ്റും കണ്ടതിനാൽ ഇത് ഒറിജിനലാണെന്ന് മനോജ് തെറ്റിദ്ധരിക്കുകയായിരുന്നു.
തുടർന്ന് സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെയാണ് പണം നഷ്ടമായത്. ഈ സർക്കാരിന്റെ കാലത്ത് 5 ലക്ഷം പട്ടയം വിതരണം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഗുരുവായൂർ നിയോജക മണ്ഡലതല പട്ടയമേള അകലാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാവക്കാട് താലൂക്കിലെ ഗുരുവായൂർ മണ്ഡലത്തിലെ പട്ടയമേള തന്നെയാണ് എന്ന് പറയാൻ കാരണം കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ലക്ഷ്യം കേരളത്തിൽ എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കുന്നതിന് വേണ്ടി കൃത്യമായ വ്യക്തമായിട്ടുള്ള സംവിധാനങ്ങളോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ വകുപ്പിനെ ഏറ്റവും കൃത്യതയോടെ മുന്നോട്ട് നയിക്കാനുള്ള ശ്രമകരമായിട്ടുള്ള പരിശ്രമത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ്റും റവന്യൂ വകുപ്പും. കേരളത്തിൽ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യമാണ് റവന്യൂ വകുപ്പിന് ഉള്ളതെന്ന് മന്ത്രി പറഞ്ഞു. NK അക്ബർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, തഹസീൽദാർ MK കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി 145 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ഇടവേള. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റം ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. വാർത്തകളിലേക്ക് വീണ്ടും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതിൽ പ്രതിഷേധിച്ച് മാളയിൽ ജനകീയ സംഗമം സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, മാള ഫൊറോന പള്ളി വികാരി ഫാദർ ജോർജ് പാറമേൽ, TK സന്തോഷ്, KC വർഗീസ്, M രാജേഷ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ബാബു, PV വിനോദ്, റോമി ബേബി, KR ജോജോ, നിഷ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഗുരുവായൂർ കാവീട് സെയിന്റ് തോമസ് ഇടവകയിൽ പ്രതിഷേധ സംഗമം നടത്തി. തമ്പുരാൻപടി സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം സീറോ മലബാർ കുടുംബ കൂട്ടായ്മ രൂപതാ സെക്രട്ടറി പ്രൊഫസർ ഡെയ്സൻ പാണേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. CV ജെയ്സൺ, ജോൺസൺ ചൊവ്വല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടിക്കെതിരെ മഹിളാ കോൺഗ്രസ് പാണഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പൂച്ചെട്ടി സെന്ററിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KK ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് പാണഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് മിനി നിജോ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ലീലാമ തോമസ്, DCC എക്സിക്യൂട്ടീവ് അംഗം KC അഭിലാഷ്, KN വിജയകുമാർ, ജേക്കബ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് ആളൂർ പ്രസാദവരനാഥ ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ആളൂർ ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം ഇരിഞ്ഞാലക്കുട രൂപത ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ഡയറക്ടർ ഫാദർ നൌജിൻ വിധേയത്തിൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ലിൻഡോ പനങ്കുളം, ഡീക്കൻ നിഖിൽ തച്ചുപറമ്പിൽ, ഫാദർ ജെയ്സൺ വടക്കുംചേരി, അഡ്വക്കേറ്റ് ആൻസിലിൻ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിനെതിരെ വേലൂർ മണ്ഡലം കേരള കോൺഗ്രസ് കമ്മിറ്റി മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. വേലൂർ മണ്ഡലം പ്രസിഡന്റ് AT ഡേവിസ്, TC ബാബു എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിനെതിരെ കേരള കോൺഗ്രസ് M കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. പ്രതിഷേധ യോഗം കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. PS രാജൻ അധ്യക്ഷത വഹിച്ചു.
CF റോബിൻ, VK സുമൻ, KB ബബീഷ്, NJ ജയ്മോൻ എന്നിവർ സംസാരിച്ചു. മാള മേഖലയിൽ 3 ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. പള്ളിപ്പുറം കളരിക്കൽ ഭഗവതി ക്ഷേത്രം, ചെന്തുരുത്തി മഹാവിഷ്ണു ക്ഷേത്രം, കുറുപ്പംപറമ്പ് വീരഭദ്ര ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ക്ഷേത്രം ഭാരവാഹികൾ മാള പോലീസിൽ പരാതി നൽകി. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ ബസിന്റെ അഭ്യാസ പ്രകടനം. സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ പല അഭ്യാസങ്ങളും കാണിക്കാറുണ്ട്. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ കഴിഞ്ഞ ദിവസവും ഇത്തരമൊരു കലാപരിപാടി അരങ്ങേറി. പ്രകടനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാപ്രാണം സെന്ററിലായിരുന്നു അഭ്യാസം. ശാസ്ത ബസ് ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന അൽനാസ് ബസിന്റെ കുറുകെ നിർത്തിയാണ് യാത്രക്കാരെ റോഡിൽ ബന്ദിയാക്കിയത്. സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. എന്തായാലും നടുറൂട്ടിലെ ഈ കണക്കുതീർക്കൽ കടന്നുപോയെന്ന് തന്നെ പറയേണ്ടി വരും. താന്യം കിഴുപ്പുള്ളിക്കര സ്വദേശിയെ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പഴുവംപറമ്പിൽ വീട്ടിൽ സദ്ദാം എന്ന് വിളിക്കുന്ന ഷജീറിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ AS സരിൻ, സബ് ഇൻസ്പെക്ടർ അഫ്സൽ, ASI വിജയൻ, കയ്പമംഗലം സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, മണികണ്ഠൻ, വിനീത്, അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് പാറപ്പറമ്പ് പണ്ടാരച്ചിറയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തട്ടാരപ്പുരയ്ക്കൽ സന്ദീപിനാണ് വെട്ടേറ്റത്. പരിക്കേറ്റയാളെ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നാളെ പുലർച്ചെ മുതൽ കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യബന്ധന തൊഴിലാളികൾ. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത്. കടലിൽ പോകാൻ മത്സ്യബന്ധന ഹാർബറുകളിൽ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി. ഐസ്, ഇന്ധനം, കുടിവെള്ളം, പാചക സാമഗ്രികൾ എന്നിവ സംഭരിക്കുക, വലകൾ കയറ്റുക, GPS പോലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ സ്ഥാപിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി. അനുബന്ധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെല്ലാം സജീവമാണ്. ട്രോളിംഗ് നിരോധനം തുടങ്ങിയപ്പോൾ നാട്ടിൽ പോയ ഇതര സംസ്ഥാന തൊഴിലാളികളും തിരിച്ചെത്തി. വെള്ളിയാഴ്ച പുലർച്ചെ ബോട്ടുകൾ കടലിലിറങ്ങും. യന്ത്രവൽകൃത ബോട്ടുകളും എഞ്ചിൻ ഘടിപ്പിച്ച യാനങ്ങളുമടക്കം 4200 ബോട്ടുകളാണ് കേരള തീരത്തുനിന്ന് മത്സ്യബന്ധനത്തിന് തയ്യാറെടുക്കുന്നത്. മീനുകളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് എല്ലാ മൺസൂൺ കാലത്തും കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ന്യൂസ് ഡെസ്ക് TCV. പെരുവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് അപകടം. രാവിലെ 6 മണിയോടെ കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത്. പൂവത്തൂർ ഭാഗത്തു നിന്നും അമല റോഡിലേക്ക് വന്നിരുന്ന ഇന്നോവ ക്രിസ്റ്റ കാർ നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ മതിലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചെറുതുരുത്തി പൈങ്കുളത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചെറുതുരുത്തി പൈങ്കുളം സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. പുന്നയൂർകുളം ചമ്മന്നൂർ കടപ്പായിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ആൽത്തറ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചതിന് ശേഷം സമീപത്തെ മതിലിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. അപകടത്തിൽ വൈദ്യുത പോസ്റ്റ് നിലം പതിച്ചു. ഇതോടെ മേഖലയിൽ വൈദ്യുത ബന്ധം താറുമാറായി. എറവ് സ്കൂളിന് സമീപം കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ഇന്നോവ കാറും എതിർദിശയിൽ വന്നിരുന്ന ഓട്ടോ ടാക്സിയും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. പുന്നയൂർകുളം സ്വദേശികളായ 4 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റ പള്ളിക്കരയിൽ വീട്ടിൽ ബീവാത്തുവിനെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
നാലമ്പല തീർത്ഥാടകരുടെ ഇടത്താവളമാക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സജ്ജമാക്കി. തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനും ആവശ്യമെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനും സുരക്ഷിതമായിരുന്ന് കഴിക്കുന്നതിനും വാഹനം പാർക്ക് ചെയ്യുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് കുഴൂർ ദേവസ്വം ഓഫീസർ PV ജയകൃഷ്ണൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കുഴൂരിൽ ബസ് നിർത്തി ശൌചാലയ സൗകര്യത്തിനും മഴ നനയാതെ ഭക്ഷണം കഴിക്കാനും വെള്ളത്തിനും വേണ്ടി പ്രയാസപ്പെട്ടവരെ KCB ജീവനക്കാർ സെക്ഷൻ ഓഫീസിലേക്ക് ക്ഷണിച്ച് എല്ലാ സൗകര്യങ്ങളും നൽകിയത് സംബന്ധിച്ച TCV വാർത്ത നൽകിയിരുന്നു. കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നുള്ള നാലമ്പല തീർത്ഥാടകർക്ക് KCB ജീവനക്കാർ ഓഫീസിലേക്ക് ക്ഷണിച്ച് സൗകര്യം നൽകിയ വാർത്തയെ തുടർന്നാണ് കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെ ഇടത്താവളമാക്കി തീരുമാനിച്ചത്. ജലലഭ്യതയും സ്ഥല സൗകര്യവും ഏറെയുള്ള ക്ഷേത്ര മൈതാനം മികച്ച ഇടത്താവളമാക്കാവുന്നതാണ്. മൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് പായമലിലേക്ക് വരുന്ന റോഡിലാണ് കുഴൂർ ക്ഷേത്രം. മൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് 6.5 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ നാലമ്പല തീർത്ഥാടകരായി പോകുന്ന വഴിയിൽ ഇടത്താവളങ്ങൾ ഇല്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഇതിനിടയിലാണ് തീർത്ഥാടകർക്ക് ആശ്വാസമായി ഇടത്താവളം ഒരുക്കിയത്. TCV ന്യൂസ്, മാള. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രൊഫസർ M. ഹരിദാസാണ് ജില്ലാ പ്രസിഡന്റ്. M. രാജേഷ് സെക്രട്ടറിയാകും. വൈസ് പ്രസിഡന്റായി V. മുരളി, ജോയിന്റ് സെക്രട്ടറിയായി ദേവിക ദിലീപ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ER ശാസ്ത്ര ശർമ്മൻ അധ്യക്ഷനായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO യൂണിയന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാർ വടക്കാഞ്ചേരിയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം AN സിജിമോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയ്മോൾ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. P. രാജേഷ്, MP സജീഷ് കുമാർ, KM ഹിമ, V. ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ പ്രതിരോധകരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ മേഖല. വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും ആരോപിച്ച് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന ധർണ DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. സജീവ് ചാത്തനാത്ത്, PC ഗോപാലകൃഷ്ണൻ, സലാം വലിയകത്ത്, OS വാസുദേവൻ എന്നിവർ സംസാരിച്ചു. മുള്ളൂർക്കര സ്വദേശിക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പരാതി മനുഷ്യാവകാശ കമ്മീഷൻ തള്ളി. പരാതിക്കാരനെ കോടതിയെ സമീപിച്ച് ഇക്കാര്യത്തിൽ പരിഹാരം കാണാവുന്നതാണെന്ന് കമ്മീഷൻ അംഗം V. ഗീത ഉത്തരവിൽ പറഞ്ഞു. കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ കമ്മീഷൻ പരാതിയിൽ ഇടപെടുന്നില്ലെന്നും ഉത്തരവിൽ പറയുന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് തരണനെല്ലൂർ പടിഞ്ഞാറേമന ശ്രീരാം നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂജകൾക്ക് ശേഷം നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. മാനസിക അസ്വാസ്ഥ്യമുള്ളയാളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലൂർ തുറവൻകാട് സ്വദേശികളായ തെക്കൂട്ട് വീട്ടിൽ സനീഷ്, മരോട്ടിച്ചോട്ടിൽ വീട്ടിൽ അഭിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി പുല്ലൂർ ഗാന്ധിഗ്രാം സ്വദേശി എലമ്പലക്കാട്ട് വീട്ടിൽ അനിത് കുമാറിനെ ആക്രമിച്ച സംഭവത്തിലാണ് നടപടി. പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയിൽ വിഭാഗീയത രൂക്ഷമാകുന്നു. വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണയിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കൾ വിട്ടുനിന്നു.
യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാതെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്ന് ആരോപിച്ചാണ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിജു ആദൂർ ഉൾപ്പെടെയുള്ള പ്രധാന മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത്. ആകെ 50-ൽ പരം ഭാരവാഹികൾ ഉള്ളതിൽ 6 പേർ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതെന്ന് വിട്ടുനിന്ന വിഭാഗം ആരോപിക്കുന്നു. സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മകളും കുടുംബവും വീടും സ്ഥലവും സ്വന്തമാക്കി തന്നെ വഴിയാധാരമാക്കിയെന്നാരോപിച്ച് വയോധിക രംഗത്ത്. അവണിശ്ശേരി ആനക്കല്ല് സ്വദേശിനി എടക്കാട്ടിൽ സരോജിനിയാണ് സ്വന്തം മകൾക്കും മകനുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ആജീവനാന്തം സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ആകെയുണ്ടായിരുന്ന 5 സെന്റ് സ്ഥലവും വീടും മകളുടെ പേരിൽ എഴുതി നൽകിയത്. എന്നാൽ പിന്നീട് മകളുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് തന്റെ വസ്ത്രങ്ങൾ അടക്കം എടുത്തുമാറ്റിയെന്നാണ് ആരോപണം. ഇതിനിടയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു. ഇതോടെ അയൽവാസികളുടെ കരുണയിലാണ് 70-കാരിയായ സരോജിനി ഇപ്പോൾ കഴിയുന്നത്. വിഷയത്തിൽ അധികാരികളുടെ ഇടപെടൽ വേണമെന്നാണ് ഈ വൃദ്ധയുടെ ആവശ്യം. തൃശൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അയൽവാസികളായ രാജേന്ദ്രൻ കർത്ത, ഇന്ദിരാനന്ദൻ എന്നിവരും പങ്കെടുത്തു. ആനകളുടെ ചികിത്സയ്ക്കും മറ്റുമായി കേരളത്തിൽ അത്യാധുനിക ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കൂട്ടുകൊമ്പന്മാർ ആനപ്രേമി കൂട്ടായ്മ. ഗുജറാത്ത് വൻതാരയിൽ നടന്ന ദേശീയ ഗജസേവക് സമ്മേളനത്തിൽ പങ്കെടുത്തായിരുന്നു ഇവരുടെ ആവശ്യം. അവിടുത്തെ ആധുനിക സൗകര്യങ്ങൾ കേരളത്തിലും പ്രയോജനപ്പെടുത്തണമെന്നും ഇതിനായി സംസ്ഥാനത്തെ ആന ഉടമസ്ഥ സംഘടനകളും വിവിധ ദേവസ്വങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നുമാണ് കൂട്ടുകൊമ്പന്മാരുടെ ആവശ്യം. കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ആനകളെ കൊണ്ടുപോകുന്നതിന് തടസ്സമില്ലെങ്കിൽ പിന്നെ കേരളത്തിലേക്ക് ആനകളെ കൊണ്ടുവരുന്നതിൽ എന്താണ് നിയമ തടസ്സമെന്ന് സംഘടനാ ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. ഭാരവാഹികളായ സുജിത്ത് തിരിയാട്ട്, കെ പി പ്രശാന്ത്, അവിൻ കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. ഓണത്തിന് അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആളൂർ സെന്ററിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPI ഇരിഞ്ഞാലക്കുട മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CPI ആളൂർ മണ്ഡലം പ്രസിഡന്റ് TC അർജുനൻ അധ്യക്ഷത വഹിച്ചു. ദിബിൻ പാപ്പച്ചൻ, ജിഷ ബാബു എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് താമരശ്ശേരി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. ധർണ സംസ്ഥാന സെക്രട്ടറി MF ജോയ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷത വഹിച്ചു. മായിനു ഒരുമനയൂർ, C അബ്ദുൾ മജീദ്, ML ജോസഫ്, സദാനന്ദൻ താമരശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടികയിലെ വിവിധ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നാട്ടിക SN കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ CT അനിത ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി പ്രസിഡന്റ് AN സഹദേവൻ അധ്യക്ഷനായി. കൺവീനർ CP രാമകൃഷ്ണൻ, സെക്രട്ടറി CK സുഹാസ്, TK ദയാനന്ദൻ, ബൈജു ഇയാനി, കോറോത്ത് സുരേഷ്, ഇയാനി അംബിക, തുളസീദാസ് എന്നിവർ സംസാരിച്ചു. നാട്ടിൽ കിട്ടാവുന്ന ഔഷധ സസ്യങ്ങളെല്ലാം സ്കൂൾ വരാന്തയിൽ നിരത്തിവെച്ച് അധ്യാപകർ കുട്ടികളെ മാത്രമല്ല അമ്മമാരെയും പരീക്ഷിച്ചു. പുത്തൻചിറ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന മത്സരത്തിൽ 80 ഔഷധ സസ്യങ്ങളാണ് നമ്പറിട്ട് നിരത്തിവെച്ചത്. ഔഷധ സസ്യ ഇനങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതി കൊടുക്കുന്ന മത്സരമാണ് പുത്തൻചിറ ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും എത്തണമെന്നറിയിച്ചപ്പോൾ ഇങ്ങനെയൊരു മത്സരത്തിലാകുമെന്ന് കരുതിയില്ല. അധ്യാപകരും മറ്റു ജീവനക്കാരും ചേർന്ന പുരയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച ഔഷധ സസ്യങ്ങളും ഇലകളുമാണ് മത്സരത്തിനായി ഉപയോഗിച്ചത്. ചുറ്റുപാടും കാണുന്ന ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതായിരുന്നു മത്സരം. ഇന്നത്തെ തലമുറയ്ക്ക് പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, അതിൻ്റെ പോഷകാഹാരത്തെക്കുറിച്ചുള്ള ചിന്തകളൊന്നും അവർക്ക് വളരെ കുറവാണ്. അപ്പോൾ ആ ഇലക്കറികളുടെ പ്രാധാന്യം, നമ്മുടെ നാടൻ ഭക്ഷണ രീതിയൊക്കെ പരിചയപ്പെടുത്താനായിട്ട് അമ്മമാർക്കും കുട്ടികൾക്കുമായിട്ടുള്ള ചെടി തിരിച്ചറിയൽ മത്സരം, അതുപോലെ ഇലക്കറി മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല
ക്ലാസ്സിനും അതുപോലെ തന്നെ ഏറ്റവും നല്ല കുട്ടിക്കും നമ്മൾ സമ്മാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അമ്മമാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ സസ്യങ്ങളുടെ പേരും പ്രത്യേകതയും കുട്ടികളോട് വിശദീകരിച്ചു. 80ഓളം സസ്യങ്ങളാണ് തിരിച്ചറിയാനുണ്ടായിരുന്നത്. 59 ഇനങ്ങൾ തിരിച്ചറിഞ്ഞ ഷിജി ഷൈജുവും മകൻ ബദ്രിനാഥും മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തി. കൂടാതെ സ്കൂളിലെ ക്രിയേറ്റീവ് കോർണറിൽ രക്ഷിതാക്കൾ ഇലക്കറികളുടെ പാചകവും ഔഷധ ഗുണങ്ങളും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പ്രകൃതി അടുത്തറിയുന്ന മത്സരങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം കുട്ടികൾ പ്രകൃതിയെ തിരിച്ചറിയുന്നത്. നമുക്കിവിടെ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനമുണ്ട്. അവിടെ തന്നെ കിട്ടുന്ന ഔഷധങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഏതാണ്ട് 80ഓളം നാടൻ ഔഷധ സസ്യങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടാനുള്ളൊരവസരമുണ്ട്. അധ്യാപകരായ CS അജിത, R കിരൺകുമാർ, വാർഡ് മെമ്പർ ജിസ്മി സോണി, PTA പ്രസിഡന്റ് MP സോണി, MPTA പ്രസിഡന്റ് ഖദീജ എന്നിവർ മത്സരം സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകി. TCV ന്യൂസ്, മാള. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. പ്രധാന അധ്യാപകൻ PK മോഹനൻ റിട്ടേണിംഗ് ഓഫീസറായിരുന്നു. പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിലായിരുന്നു തെരഞ്ഞെടുപ്പ്. പുതിയ സ്കൂൾ ലീഡറായി ഷെഹാസിനെ തെരഞ്ഞെടുത്തു. മറ്റ് സ്ഥാനങ്ങളിലേക്ക് മുഹമ്മദ് അമാൻ, റസാൻ റഹ്മാൻ, റിയ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. അവണൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ 27ാം വാർഷികം ആഘോഷിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ഷിനി ബാലകൃഷ്ണൻ, K രാജി, ഷൈബി ധർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന കുടുംബശ്രീ അംഗത്തെയും വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും മത്സര വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. ആകാശത്ത് 14,000 അടി ഉയരത്തിൽ നിന്നും ചാടി സ്കൈ ഡൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കി കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ യുവതി. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ വിദ്യാർത്ഥിനിയായ ഹൃദ്യയാണ് ഈ നേട്ടം കൈവരിച്ചത്. കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി തഹസീൽദാർ ശ്യാമള ജയറാമിന്റെ മകളാണ് ഹൃദ്യ. തൃപ്രയാർ ശ്രീരാമ ഭക്ത സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ 2000 പേർക്ക് ഔഷധക്കഞ്ഞി വിതരണം നടത്തുമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു. ശ്രീരാമ ഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലക്കൽ, സെക്രട്ടറി ലക്ഷ്മി സന്തോഷ്, സുധീർ ആലക്കൽ, രക്ഷാധികാരി വിജയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. SSF തൃശൂർ ജില്ലാ സാഹിത്യോത്സവ് 3 ദിവസങ്ങളിലായി വാടാനപ്പള്ളിയിൽ നടക്കും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ 6 വിഭാഗങ്ങളിൽ ജില്ലയിലെ 9 ഡിവിഷനുകളിൽ നിന്നും 1500 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി ലൈറ്റ് വൈബ് എന്ന പേരിൽ സാഹിത്യ ക്യാമ്പും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളായ മുഹമ്മദ് അനസ്, മുഹസിൻ റബ്ബാനി, PH അനസ് എന്നിവർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടവല്ലൂർ പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് ശനിയാഴ്ച നിർവഹിക്കും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച 150 വീടുകളുടെ താക്കോൽദാനം K രാധാകൃഷ്ണൻ MP നിർവഹിക്കും. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മജൻ, ജയകുമാർ പൂളയ്ക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി KR രേഖ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന സമര പരമ്പരയുടെ ഭാഗമായി വട്ടമാവ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാർച്ചും ധർണയും നടത്തി. 35 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാൾ അടച്ചിട്ട് 6 വർഷം പൂർത്തിയാകുന്ന വേളയിൽ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി റീത്തുവെച്ച് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, CK സുലൈമാൻ, മനീഷ് തിപ്പലശ്ശേരി, അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, നാസർ കല്ലുംപുറം, MH ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു.
ചൂണ്ടൽ പഞ്ചായത്തും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പാരന്റിംഗ് ശില്പശാല ശനിയാഴ്ച കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കും. ചൂണ്ടൽ പഞ്ചായത്തിലെ 9 വിദ്യാലയങ്ങളിലെ മുഴുവൻ അധ്യാപകരും PTA, MPTA ഭാരവാഹികളും ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരുമാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർപേഴ്സൺ രേഖ സുനിൽ, KSSP യൂണിറ്റ് സെക്രട്ടറി രവിചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൺലൈൻ ക്ലാസ്സിലൂടെ ചിത്രകല അഭ്യസിച്ച പെൺകുട്ടികളുടെ ചിത്രപ്രദർശനം വെള്ളിയാഴ്ച മുതൽ തൃശൂർ ലളിതകല അക്കാദമി ഹാളിൽ നടക്കും. ലൂമിനസ് 17 അകമലരിനരികെ എന്ന പേരിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിൽ കേരളത്തിനകത്തും വിദേശത്തു നിന്നുമുള്ള 10 പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൊറോണ കാലത്ത് ചിത്രകാരി സുരീജ കളപ്പുരയ്ക്കലിന്റെ ശിക്ഷണത്തിലാണ് ഇവർ ചിത്രകല അഭ്യസിച്ചത്. പ്രദർശനത്തിലൂടെ വിറ്റഴിക്കുന്ന ചിത്രങ്ങളുടെ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകുമെന്ന് വിദ്യാർത്ഥികൾ തൃശൂരിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സുരീജ കളപ്പുരയ്ക്കൽ, വിദ്യാർത്ഥികളായ വൈഖരി ഷാജു, നൈസ മറിയം ജേക്കബ്, ശ്രീനന്ദ സന്തോഷ്, പ്രയുക്ത രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള വെറ്ററിനറി ഫാം വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ തുമ്പൂർമുഴി കന്നുകാലി പ്രജനന കേന്ദ്രത്തിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന ട്രഷറർ GL പോളി അധ്യക്ഷത വഹിച്ചു. PKS ചാലക്കുടി ഏരിയ സെക്രട്ടറി PC മനോജ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA പോൾ, PK കറപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. കാറ്റഗറിയിൽ ഉത്തമമാണിൽ ആരുമില്ല. പക്ഷെ ഉത്തം 2-ലും ഉത്തം 3-ലും 41 ജില്ലകളിൽ ആകെ തെരഞ്ഞെടുത്തുള്ളൂ. അത്ര ഉള്ളവർക്ക് 80% മാർക്ക് വരെ 45 ജില്ലകളുള്ളൂ സ്കൂൾ വിദ്യാഭ്യാസം. അതിൽ 13 കോഴിക്കോട് ഒഴിച്ച് 13 ജില്ലകളും ഈ 41 കേരളത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് RSS PKSന്റെ നേതാവും ഏരിയ നേതാവുമായ പ്രിയപ്പെട്ട സഖാക്കളെ, യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്ന RSS BJP അജണ്ടയെ സംബന്ധിച്ച് മുന്നേറ്റത്തിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ സർവകലാശാലകളുടെ പ്രവർത്തനം കൈവരിക്കുന്നത് മാത്രമല്ല, അതായത് പുരോഗമന ആശയങ്ങൾ അതിനെ തടയിടാനുള്ള RSSന്റെ അജണ്ടയും കൂടി ഇതിന്റെ പുറകിൽ. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഈ അടുത്ത കേന്ദ്ര സർക്കാർ സർവേയിൽ, അതായത് ഉത്തം 1, ഉത്തം 2, ഉത്തം 3 എന്ന് പറഞ്ഞിട്ട് 3 കാറ്റഗറിയിൽ ഉത്തമമാണിൽ ആരുമില്ല. പക്ഷെ ഉത്തം 2-ലും ഉത്തം 3-ലും 41 ജില്ലകളിൽ ആകെ തെരഞ്ഞെടുത്തുള്ളൂ. അത്ര ഉള്ളവർക്ക് 80% മാർക്ക് വരെ 45 ജില്ലകളുള്ളൂ സ്കൂൾ വിദ്യാഭ്യാസം. അതിൽ 13 കോഴിക്കോട് ഒഴിച്ച് 13 ജില്ലകളും ഈ 41 കേരളത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് RSS PKSന്റെ നേതാവും ഏരിയ നേതാവുമായ പ്രിയപ്പെട്ട സഖാക്കളെ, യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്ന RSS BJP അജണ്ടയെ സംബന്ധിച്ച് ഉദ്ഘാടകൻ സഖാവ് ജനീഷ് ചെറിയ രീതിയിലാണെന്നെങ്കിൽ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നിലവിലെ വലിയ യുദ്ധമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന മുന്നേറ്റത്തിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ.
ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിനെ രാഷ്ട്രീയ വിരോധം വെച്ച് അപകീർത്തിപ്പെടുത്തുന്നതിനാണ് കോൺഗ്രസ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയതെന്ന് ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൽ നാസർ അറിയിച്ചു. വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ ഭരണസമിതി മാസങ്ങൾക്ക് മുൻപ് തന്നെ നടപടിയെടുത്തിട്ടുള്ളതാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കളുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ പരാതികളും ആക്ഷേപങ്ങളും നിലവിലില്ല. രാഷ്ട്രീയ പ്രേരിതമായി ബാങ്കിനെതിരെ കോൺഗ്രസ് നടത്തുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സഹകാരികൾ തള്ളിക്കളയണമെന്ന് ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു. വേലൂർ ചേർന്തല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, വാർഡ് മെമ്പർ CD സൈമൺ, മെമ്പർമാരായ സ്വപ്ന രാമചന്ദ്രൻ, VV ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ടാങ്കിന് സൗജന്യമായി സ്ഥലം നൽകിയ തലക്കോട്ടൂർ സാബുവിന്റെ മാതാവ് റോസി കൊച്ചാപ്പുവിനെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്തിന്റെ പദ്ധതിയിൽ 15 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി നിർമ്മിച്ചത്. മണിമലർക്കാവ് കുടിവെള്ള പദ്ധതിക്കായി 15 ലക്ഷം രൂപ അനുവദിച്ചതായി MLA അറിയിച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചറങ്കോണം കള്ളുഷാപ്പിനെതിർവശം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് ഭാരം കയറ്റിവന്ന ടോറസ് ലോറി അപകടത്തിൽപ്പെട്ടു. ലോറി താഴ്ചയിലേക്ക് ചെരിഞ്ഞുവെങ്കിലും സമീപത്തുണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റിൽ തടഞ്ഞു നിന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ചേലക്കര പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. കേരളത്തിന് അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ CPI ഒല്ലൂക്കര ലോക്കൽ കമ്മിറ്റി പുളിപ്പറമ്പ് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി.
തൃശൂർ നിയോജകമണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ടി ഗോപിദാസ് ഉദ്ഘാടനം ചെയ്തു. കെ കനകൻ അധ്യക്ഷത വഹിച്ചു. അരവിന്ദ് കൃഷ്ണ, PS ബാബു, സ്വാതി രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഉപകരണങ്ങൾ സനീഷ് കുമാർ ജോസഫ് MLA ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പനെ കൈമാറി. KSEB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PC സലീൽ അധ്യക്ഷത വഹിച്ചു. റിജോ ജോർജ്, VA ഷാഹിദ്, ശശി പോട്ടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി റിസർവ് ബാങ്ക്. 6 മാസത്തേക്ക് നിക്ഷേപകർക്ക് പിൻവലിക്കാനാവുക 10,000 രൂപ മാത്രം. നിക്ഷേപകർ ആശങ്കയിൽ. ബാങ്കിനെതിരെ വ്യാപക പ്രതിഷേധം. കരൂപ്പടന്നയിൽ ഭർതൃഗൃഹത്തിൽ ഗർഭിണിയായ യുവതി തൂങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം. തന്റെ മകളെ കൊലപ്പെടുത്തിയതാണോ എന്ന് സംശയമുണ്ടെന്ന് ഫസീലയുടെ പിതാവ് റഷീദ്. ചാവക്കാട് 14 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ വയോധികന് 30 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 60 വർഷം തടവും 30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് വടക്കാഞ്ചേരി അതിവേഗ പോക്സോ കോടതി. വാട്സപ്പിലെ വ്യാജ ട്രാഫിക് ചലാൻ ലിങ്കിൽ കുടുങ്ങി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശി. 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടുവെന്ന പരാതിയിൽ ചേലക്കര പോലീസ് കേസെടുത്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.